നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ റൊമാൻറ്റിക് ഹീറോയായിരുന്നു അബ്ബാസ്. 1996 വിനീതിനൊപ്പം കാതൽ ദേശം എന്ന ചിത്രത്തിലൂടെ തമിഴിൽ അരങ്ങേറിയ അബ്ബാസ് നിരവധി മലയാള ചിത്രത്തിൽ അഭിനയിച്ചെങ്കിലും മഞ്ജു വാര്യർക്കൊപ്പമുള്ള കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ഒരൊറ്റ ചിത്രം മതി മലയാളി പ്രേക്ഷകർക്ക് അബ്ബാസ് എന്ന നടനെ ഓർത്തിരിക്കാൻ. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രം ഹിറ്റായെങ്കിലും അബ്ബാസിന് മലയാളത്തിൽ കൂടുതൽ അവസരമൊന്നും ഉണ്ടായില്ല. എന്നാൽ കാതൽ ദേശം എന്ന ചിത്രം സൂപ്പർ ഹിറ്റായി മാറിയതോടെ തമിഴ് സിനിമയിലെ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരായി അബ്ബാസ് മാറി. അജിത്തിനും വിജയ്ക്കും അബ്ബാസ് വലിയ വെല്ലുവിളിയാകുമെന്ന് ആരാധകർ ഉറപ്പിച്ചിരുന്നു. തമിഴിൽ മാത്രമല്ല, തെലുങ്കിലും ഹിന്ദിയിലും മലയാളത്തിലുമെല്ലാം അബ്ബാസ് അഭിനയിച്ച് കയ്യടി നേടി. 100ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അബ്ബാസ് പക്ഷേ പതിയെ സിനിമകളിൽ നിന്നും അപ്രത്യക്ഷനായി മാറുകയായിരുന്നു. ഇതോടെ നായക വേഷത്തിൽ നിന്നും സഹനടനിലേക്കും വില്ലനിലേക്കും ചുവടുമാറ്റാനും അബ്ബാസ് ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. ഇതിനിടെയാണ് 2001 അബ്ബാസ് ഫാഷൻ ഡിസൈനറായ ഇറം അലിയെ വിവാഹം കഴിക്കുന്നത്. 2 മക്കളാണ് ഇരുവർക്കുമുള്ളത്, എമിറയും എയ്മനും. 2011 കോ എന്ന ചിത്രത്തിൽ അഭിനയിച്ച ശേഷം പിന്നീട് സിനിമകളിൽ നിന്നും അബ്ബാസ് അപ്രത്യക്ഷനായി. അവസരങ്ങൾ ലഭിക്കാതെ വന്നതോടെ അദ്ദേഹം സിനിമ വിടുകയായിരുന്നു. തുടർന്ന് കുടുംബത്തോടൊപ്പം ന്യൂസിലാൻഡിൽ സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചു. അവിടെ മറ്റ് ജോലികൾ ചെയ്ത് ജീവിക്കുകയായിരുന്നു അബ്ബാസ്. ഇപ്പോഴത്തെ അബ്ബാസിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്. തന്റെ മകനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത്. തന്റെ മകന്റെ DNA ടെസ്റ്റ് നടത്തിയതിനെ കുറിച്ചാണ് അബ്ബാസ് സംസാരിക്കുന്നത്. തന്റെ മകന്റെ പ്രായത്തിൽ താൻ ഉഴപ്പി നടന്നിരുന്ന വളരെ എനർജറ്റിക് ആയ കുട്ടിയായിരുന്നു. എന്നാൽ മകൻ വളരെ ശാന്തനായിരുന്നു. ഇതോടെ തന്റെ മകൻ തന്നെയാണോ എന്ന സംശയം തോന്നിയെന്നും അതിനാൽ DNA ടെസ്റ്റ് നടത്തിയെന്നുമാണ് അബ്ബാസ് പറഞ്ഞത്. ടെസ്റ്റിൽ തന്റെ മകൻ തന്നെയാണെന്ന് ബോധ്യപ്പെട്ടുവെന്നാണ് അബ്ബാസ് പറയുന്നത്. താരത്തിന്റെ വാക്കുകൾ ചർച്ചയായി മാറുന്നതോടെ താരം നൽകിയ അഭിമുഖങ്ങളും ചർച്ചയായി മാറുകയാണ്. ന്യൂസിലാൻഡിൽ താൻ പെട്രോൾ പമ്പിലും കൺസ്ട്രക്ഷൻ സൈറ്റിലുമെല്ലാം ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് അബ്ബാസ് പറയുന്നത്. താൻ എന്തോ വലിയ സംഭവമാണെന്ന ചിന്ത ആ ജീവിതമാണ് മാറ്റിയതെന്നും അബ്ബാസ് പറഞ്ഞിരുന്നു. അതേസമയം അഭിനയത്തിലേക്ക് തിരികെ വരാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നാണ് അബ്ബാസ് പറയുന്നത്. നല്ല വേഷം ലഭിച്ചാൽ അഭിനയിക്കാൻ തയ്യാറാണെന്നാണ് അബ്ബാസ് പറയുന്നത്. ഇതിനുള്ള ശ്രമത്തിലാണ് താരം ഇപ്പോൾ. അതേസമയം തന്നെ ആത്മഹത്യ ചിന്തകൾ അലട്ടിയതിനെ കുറിച്ചും സിനിമയിൽ നിന്ന് അകന്നു നിൽക്കാൻ തീരുമാനിച്ചതിന്റെ കാരണവും മുൻപൊരു അഭിമുഖത്തിൽ താരം വെളിപ്പെടുത്തിയിരുന്നു. ആ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ന്യൂസിലാൻഡിൽ താമസിക്കുമ്പോൾ ആരാധകരുമായി ബന്ധപ്പെടാൻ ഞാൻ സൂം കോളുകൾ ഉപയോഗിച്ചിരുന്നു. ആവശ്യമുള്ളവരെ, പ്രത്യേകിച്ച് ആത്മഹത്യാ ചിന്തകളുമായി മല്ലിടുന്നവരെ സഹായിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. എന്റെ കൗമാരകാലത്ത് 10ാം ക്ലാസ് തോറ്റതിന് പിന്നാലെ ആത്മഹത്യാ ചിന്ത അലട്ടിയിരുന്ന ഒരു പ്രക്ഷുബ്ധ കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. അന്നത്തെ കാമുകിയുടെ വേർപാട് ആ ചിന്തകൾക്ക് ആക്കം കൂട്ടി. ഇതിനിടെയാണ് എനിക്ക് തിരിച്ചറിവുണ്ടായത് എന്ന് അബ്ബാസ് പറഞ്ഞു. കുട്ടിക്കാലത്ത് എനിക്ക് പഠനത്തിൽ താല്പര്യമില്ലായിരുന്നു. അക്കാദമിക നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ അളക്കുന്നതും വിലയിരുത്തുന്നതും ശരിയല്ലെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളും ഗുണങ്ങളും ഉണ്ടാകും. അത് തിരിച്ചറിഞ്ഞ് വളർത്തിക്കൊണ്ട് വരികയാണ് വേണ്ടത്. എന്റെ ആരാധകരുമായി ബന്ധം സ്ഥാപിച്ച് അവരുടെ വികാരങ്ങളും അനുഭവങ്ങളും പങ്കിടാൻ, അവരെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന് നടൻ പറയുന്നു. തുടക്കത്തിലെ നേട്ടങ്ങൾക്ക് പിന്നാലെ തന്റെ ഏതാനും സിനിമകൾ പരാജയപ്പെട്ടു. ഇത് തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും വീട്ടുവാടക ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനായി ഏറെ പ്രയാസപ്പെടുകയും ചെയ്തു. 4 തവണ ജപ്തി ഭീഷണി നേരിട്ടു. ഒടുവിൽ കുടുംബത്തിന്റെ ഉപജീവനത്തിനായി ഒരു ബൈക്ക് മെക്കാനിക്കായി ജോലി ചെയ്തു. ന്യൂസിലാൻഡിൽ ടാക്സി ഓടിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും നടൻ തുറന്നു പറഞ്ഞിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.